കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഗോതമ്പ് ചപ്പാത്തിയും ചിക്കനും വെച്ച് നമുക്ക് വളരെ സ്വാദോടുകൂടി ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ റോളാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ ശരിയാക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളയിൽ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. അവസാനമായിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് എല്ല് മാറ്റിയിട്ട് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ. ഈ ചിക്കൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ സവാളയിൽ ഉപ്പിട്ടിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ നമുക്ക് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാൻ പിന്നെ ഒരു 5 മിനിറ്റ് നേരം കൂടി ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ആ വെള്ളം ഒന്ന് വറ്റണ വരെ നമുക്കൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കൻ മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ തന്നെയാണ് ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തത്. ആ കൂട്ട് എല്ലാവർക്കും ഇഷ്ടമായി ആ മസാല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാനും ഇതുപോലെ തന്നെ ചിക്കൻ ശരിയാക്കി എടുത്തത്. നല്ല ടേസ്റ്റാണ് അതിങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമുക്കിത് ചൂടാറി വരുമ്പോഴേക്കും റോളിലേക്കുള്ള മറ്റുള്ള മിക്സ് ശരിയാക്കി എടുക്കാം. റോളിലേക്കുള്ള ബാക്കിയുള്ള മിക്സ് ശരിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ്. അത് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി 2 ചെറിയ സവാളയാണ്. അത് നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് അതും ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. നാരങ്ങ നീരും കുരുമുളക് പൊടിയും എല്ലാ സ്ഥലത്തേക്ക് എത്തണ വരെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മിക്സ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് ചപ്പാത്തിയിൽ വെച്ച് റോൾ ചെയ്യാം. നമ്മുടെ ചിക്കൻ ഞാനിവിടെ വേവിച്ച് ചൂടാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ ഒരു 3-4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഞാനിവിടെ വേവിച്ചെടുത്തതാണ്. ചപ്പാത്തിയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനത് ചപ്പാത്തി ഉണ്ടാക്കിയത് കാണിക്കാഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് ചപ്പാത്തി എടുക്കാം. വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് ചപ്പാത്തി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 ഇവിടെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ റോൾ ചെയ്യണമെന്ന് പറയാം. ഇനി നമുക്ക് ഈ ചപ്പാത്തി റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് പാത്രത്തിൽ ഞാനൊരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് മയോണൈസ് ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനത് കുറച്ച് മയോണൈസ് ഇതിന്മേൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഈ
സവാളയും തക്കാളിയും കൂടി മിക്സാക്കിയത് ഇട്ട് കൊടുക്കാം. തക്കാളിയും സവാളയും കൂടി മിക്സാക്കിയത് ഞാനിതുപോലെ സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം ഓയിൽ പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് നമുക്കിങ്ങനെ പേപ്പറിൽ മടക്കുമ്പോൾ കുറച്ച് ഭാഗം ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന വിധത്തിൽ വേണം അത് ഇങ്ങനെ വെക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അകത്തോട്ട് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി, കണ്ടോ? ഇനി നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ റോള് ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. പതിവ് പോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.